ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് സെല്ലിംഗ് ആയിരുന്നു അല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്, സുഖം. സർ, ഓപ്ഷൻ ബൈയിന്റെ ക്ലാസ് കഴിഞ്ഞോ? എങ്ങനെയാണ് അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? കുറച്ച് നാളായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഒരു 2 പക്ഷേ ഫയർ വാലി ക്യാപ്പ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ക്ലിയർ ചെയ്യാൻ. അത് നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ബേസിക് ലൈവില് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾ ഉൾപ്പെടുത്തുന്നില്ല. പ്രൈസ് ആക്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഫിബും റൗണ്ട് നമ്പറും, അത് മൂന്നും ബ്ലണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് കഴിഞ്ഞാലോ ഈ ക്ലാസ്സിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ ഓൾറെഡി ബേസിക് ഫ്ലുവൻ്റ് ആയെങ്കിൽ ഇത് 2 സെക്ഷൻ ആയിട്ടാണ് പോകുന്നത് അല്ലെ? ഓപ്ഷൻ തന്നെ ബേസിക് ലൈവ് ഉണ്ട്, അഡ്വാൻസ് ലൈവ് ഉണ്ട്. അപ്പൊ അഡ്വാൻസ് ലൈവില് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ബേസിക് ലൈവില് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓക്കെ. പിന്നെ ഇന്നലെ നമ്മൾ പഠിച്ചത് നിങ്ങൾ ചെയ്ത് നോക്കിയിരുന്നോ? സെൻസിബിളിൽ പോയിട്ട് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ലെക്സുകൾ എടുത്ത് ചെയ്ത് നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ വരുന്നുണ്ടോ? എറേഴ്സ് വരുന്നുണ്ടോ? ഓപ്ഷൻ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ കണ്ട ടോപ്പിക് അല്ലെ? ഇന്നലെ കണ്ട ടോപ്പിക് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ സ്ട്രാറ്റജികളാണ്. നമ്മുടെ ബെയർ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും അല്ലെ? അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഈ പുട്ട് സെൽ ചെയ്യുമ്പോൾ ബൈ ചെയ്യുമ്പോൾ ബെയർ പുട്ട് സ്പ്രെഡ് അല്ലേ? ബെയർ പുട്ട് സ്പ്രെഡ് നമ്മൾ പഠിച്ചില്ല. ബെയർ കോൾ സ്പ്രെഡ്, നമ്മളുടെ വ്യൂ ബെയറിഷ് 2 പുട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് ഹെഡ്ജ് ചെയ്യാം. ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം, ATM പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം, OTM പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പൊ അത് ബെയർ ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പൊ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്. സെൻസിബിൾ എഴുതി കാണിക്കുന്നത് ബെയർ പുട്ട് സ്പ്രെഡ് എന്നാണ്. അത് ചിലപ്പോ ഔട്ട് ഓഫ് മണി എടുത്ത് കണ്ടായിരിക്കും. ബെയർ പുട്ട് സ്പ്രെഡ് നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഓപ്ഷൻ ബൈയിങ് ഫ്ലേവർ ഉള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ പഠിച്ചേക്കുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ് അല്ലെ? ഇന്നലെ നമ്മൾ കണ്ടത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ, സെല്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെല്ലിംഗ് ഫ്ലേവർ ഉള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ, ബുള്ള് വന്ന പുട്ട വരാം, പെയർ വന്ന കോള വരാം. അതായത് ബുള്ളിഷ് വ്യൂ പുട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സെല്ലർ അല്ലേ നമ്മള്. ഇനി ബെയറിഷ് വ്യൂ കോൾ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് കോൾ അല്ലേ? അങ്ങനെ ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയത്. നമ്മൾ ഇന്നലെ പഠിച്ചത് 2 സ്ട്രാറ്റജികളാണ്. അത് രണ്ടും ക്രെഡിറ്റ് സ്ട്രാറ്റജികൾ എന്നാണ് പറയുക. ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM പ്രീമിയം കൂടുതലായിരിക്കും, OTMന്റെ പ്രീമിയം കുറവായിരിക്കും. അപ്പൊ നെറ്റ് പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ബയറിൽ നിന്ന് നമ്മൾ സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രീമിയം കൂടുതലാണ്. അപ്പോൾ ഡെബിറ്റ് സ്ട്രാറ്റജികൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ്ങിന്റെ ഫ്ലേവർ ഉള്ള സ്ട്രാറ്റജിയാണ്. അത് ഓപ്ഷൻ ബൈയിങ്ങിന് വളരെ സിമിലർ ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചത് ക്രെഡിറ്റ് സ്പ്രെഡ്സ് ആണ്. ക്രെഡിറ്റ് സ്പ്രെഡ് 2 എണ്ണമാണുള്ളത്. ഡയറക്ഷണൽ ക്രെഡിറ്റ് സ്പ്രെഡ്സ്, അതായത് നമുക്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, മുകളിലേക്കോ താഴേക്കോ പോകുന്നുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ, ഓപ്ഷൻ ബൈയിങ്ങിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെല്ലിംഗ് സ്ട്രാറ്റജീസ് ആണ് ക്രെഡിറ്റ് സ്പ്രെഡ്സ്. അപ്പൊ അതിൽ ബുള്ളിഷ് വെർഷൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഒരു പുട്ട് ഓപ്ഷൻ ATMൽ സെല് ചെയ്യുന്നു, അതിനുശേഷം അതിന്റെ താഴെ പോയിട്ട് OTMൽ ബൈ ചെയ്യുന്നു. എന്തോ അല്ല, അതിന്റെ ക്ലാസ് എടുത്തിട്ടില്ലല്ലോ. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ധാരണയായോ? എല്ലാവർക്കും പഠിക്കാൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ സ്പ്രെഡുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊതുവെ സെല്ലിങ് ചെയ്യുന്നത് എല്ലാവർക്കും
കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബൈയിങ് പോലെയല്ല. ബൈയിങ് നമ്മൾ സിംഗിൾ ലെഗ് അല്ലേ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡബിൾ ലെഗ് അല്ലേ, അപ്പോൾ കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തറായിട്ട് ഈ 4 ലെഗുള്ള സ്ട്രാറ്റജികളിലേക്ക് പോണതിന് മുമ്പ് ഈ 2 ലെഗുള്ള സ്ട്രാറ്റജികൾ തറാവാം. എന്നാൽ മാത്രമേ 4 ലെഗുള്ള സ്ട്രാറ്റജികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. സാർ ഇന്നലത്തെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാമോ? ഇന്നലെ എല്ലാവരും റിവൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു റിവിഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ എല്ലാവരും ഫുൾ അറ്റൻഷനിലിരിക്കുക. നമുക്ക് ഇന്നലെ പഠിച്ചത് ഒന്നും കൂടി തറായിട്ട് പോവാം അല്ലേ. അപ്പോൾ കുറച്ച് അതൊരു നമുക്കൊരു എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്വിസൊക്കെ പോലെ നടത്തി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത്രയും തീക്ഷ്ണമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ നിഫ്റ്റി അനാലിസിസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് പതുക്കെ നോക്കാം. അപ്പോൾ നമ്മളുടെ വ്യൂ ഇന്ന് ഫോർ എക്സാമ്പിൾ ബുള്ളിഷ് ആണെങ്കിൽ അല്ലേ, ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സെല്ലർ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുക ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. അപ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. സെല്ലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് റെഡ് കളർ ആക്കുന്നുണ്ട് അല്ലേ. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്. ഓക്കെ, പക്ഷേ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും ആ ബയ്യർ കിട്ടുന്ന കെട്ടിവെക്കുന്ന പ്രീമിയം നമുക്ക് കിട്ടും. മാർക്കറ്റ് എക്സ്പയറി വരെ അവിടെ നിന്നാലും ആ ബയ്യർ കെട്ടിവെക്കുന്ന പ്രീമിയം പോവും, ആളേന്ന് പോവും, അത് നമുക്ക് കിട്ടും അല്ലേ. പക്ഷേ മാർക്കറ്റ് താഴ്ത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് വലിയ ലാഭം കിട്ടുമല്ലോ, അത് സെല്ലർ അതായത് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മാർക്കറ്റിൽ വലിയ ഫോള് വന്നു കഴിഞ്ഞാൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ലോസ് വരും. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് വലിയൊരു തുക നമ്മളിൽ നിന്ന് ആദ്യം തന്നെ കെട്ടിവെപ്പിക്കും. അതിൻ്റെ പേരാണ് മാർജിൻ. അപ്പോൾ ഈ മാർജിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ അൺലിമിറ്റഡ് ലോസ് ലിമിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ തൊട്ട് താഴെ പോയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ രണ്ടും പുട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒട്ടും കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഇതുവരെ പഠിച്ചത് മാർക്കറ്റ് ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ കോള്, ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ കോള് അല്ലേ. നമ്മളെപ്പോഴും ഈ കോള് എന്ന് പറയുന്ന വേർഡിനെ ബുള്ളിഷ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓപ്ഷൻ ബൈങ് പഠിച്ചപ്പോൾ കോള് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് അല്ലേ, എല്ലാവരും ജനറലി യൂസ് ചെയ്യണം. പക്ഷെ സെല്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബെറ്റ് വയ്ക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ പറ്റണം. അതായത് നമുക്ക് സെല്ലേഴ്സിന് ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ കോളല്ല, പുട്ടാണ്. അപ്പോൾ പുട്ട് സെല്ല്, പുട്ട് തന്നെ ബൈ. അപ്പോൾ ഇനി ആണ് നമ്മൾ ഏത് സ്ട്രൈക്കുകൾ ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നോർമലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നോർമലി ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെല്ല് OTM, സെൽ ATM ചെയ്യലാണ്. അപ്പോൾ സെല്ല് ATM കോൾ CE, പുട്ട് അല്ലേ, പുട്ട് PE. അപ്പോൾ നമുക്കതൊരു റെഡ് കളറിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം ഇതാണ് നമ്മളുടെ മെയിൻ ലെഗ്. ഇത് ഇൻഷുറൻസ് ലെഗാണ്. താഴെ നമ്മൾ ബൈ ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് ലെഗാണ്. അപ്പം മെയിൻ ലെഗ് ATM അത്ര ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ കോൾ ഓപ്ഷൻ ATM-ൽ വാങ്ങാൻ പറയുന്നത്? ഞാൻ അതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ ATM-ൽ ചെയ്യണത് ബെറ്റർ കോൾ ഓപ്ഷൻ? മൂവ്മെന്റ് കൂടുതലാണ്. അതിലുപരി മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ OTM-ലാണ്. ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഇൻട്രിൻസിക് വാല്യൂ ഏറ്റവും കൂടുതൽ ITM-ലാണ്. ഡെൽറ്റ കൂടുതലായില്ലേ? ഡെൽറ്റ കൂടുതൽ ITM-ലാണ്. ATM-ൽ പകുതിയാണ്, 0.50 അല്ലെങ്കിൽ 45-നും 55-നും ഇടയിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ATM-ൽ ട്രേഡ് ചെയ്യാനുള്ള റീസൺ ക്ലൂ എൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. മൊമെന്റ് കൂടുതലാണോ? അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ട് ATM ചെയ്യുന്നു? ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത് ATM-ലാണ്. യെസ്, അതായത് ലിക്വിഡിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അസറ്റുകളിൽ ചെയ്താൽ എന്താണ് ആക്ച്വലി ബെനിഫിറ്റ്? റിസ്ക് കുറവായിരിക്കും. റിസ്ക് അല്ല, സ്പെസിഫിക് ടേം പറഞ്ഞിരുന്നു, സ്പ്രെഡ് കുറവായിരിക്കും അല്ലെ. വാങ്ങണാളും വിൽക്കണാളും തമ്മിലുള്ള വ്യത്യാസം പറയാറില്ലേ, 10 പൈസ 50 പൈസ. അപ്പൊ ITMs-ലും OTMs-ലൊക്കെ അത് ഒരു 200-300 രൂപയ്ക്ക് 50 പൈസയൊക്കെ വരും സ്പ്രെഡ്. 30 പൈസ 50 പൈസ വരും. ATM-ൽ 10 പൈസ 5 പൈസ വരുള്ളൂ.
നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് അപ്പം തന്നെ കട്ട് ചെയ്താൽ, നമ്മളൊരു ട്രേഡ് എടുത്തു, നമുക്ക് അബ്ദാണെന്ന് തോന്നി, അപ്പം തന്നെ കട്ട് ചെയ്തു. ITMs OTMs ആണെങ്കിൽ നമുക്ക് 30 പൈസ 50 പൈസ ഒരു ക്വാണ്ടിറ്റി നഷ്ടപ്പെടും. പക്ഷേ ATMs ആണെങ്കിൽ 5 പൈസ 10 പൈസ നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമ്മളത് അപ്പം തന്നെ കട്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതിൽ സ്പ്രെഡ് ഇൻവോൾവ് ആവുന്നുണ്ട്, പ്രത്യേകിച്ച് മാർക്കറ്റ് ഓർഡറിന് എടുക്കുമ്പോൾ. ലിമിറ്റ് ഓർഡറിന് എടുക്കുമ്പോൾ നമുക്ക് സ്പ്രെഡ് വരുന്നില്ല, പക്ഷേ ലിമിറ്റ് ഓർഡറിന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് കൺസിഡർ ചെയ്യാം, നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ സർക്കാരിന് കൊടുക്കുന്ന ചാർജസ്, ബ്രോക്കറിന് കൊടുക്കുന്ന ചാർജസ് പോലെ തന്നെ ഒരു ചെറിയ ചാർജാണ് സ്പ്രെഡ്. അത് നമുക്ക് സാധാരണ വരയ്ക്ക് ഒഴിവാക്കാൻ പറ്റാറില്ല. അപ്പോൾ അത് എപ്പോഴും കുറവ് ATM-ലാണ്. അതുകൊണ്ട് ബിഗിനേഴ്സിന് എപ്പോഴും ബെസ്റ്റ് ATM ആണ്. അപ്പോൾ നമുക്ക് സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നത് ATM ആണ്. ഓക്കെ, ഇനി അകലേക്ക് പോകുന്നതോറും ലിക്വിഡിറ്റി കുറയും. അതുപോലെ തന്നെ ഈ ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് കൂടും, ലോസ് കൂടും, പ്രോഫിറ്റും കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബൈ ചെയ്യുന്നത് തൊട്ടടുത്ത് ബൈ ചെയ്യുന്നു. നിഫ്റ്റീനെ സംബന്ധിച്ചിടത്തോളം 50 പോയിന്റ് അകലെ അല്ലെങ്കിൽ 100 പോയിന്റ് അകലെ. അപ്പോൾ അതാണ് നമ്മളുടെ ഇൻഷുറൻസ് ലെഗ്. അപ്പോൾ ഇൻഷുറൻസ് ലെഗ് ബൈ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കളർ മാറ്റി ഗ്രീൻ ആക്കാം. എന്താണ്? സെല്ലിന് പകരം ബൈ. ATM അല്ല OTM. പുട്ടാണോ കോളാണോ? പുട്ട് അല്ലേ, മാറിയില്ലോ. ഓക്കെ. അപ്പോൾ ബൈ OTM PE. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പേരെന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് സ്ട്രാറ്റജി എന്ന് പിന്നീട് പറയാൻ പറ്റും. ബയറിഷ് പുട്ട് ബെയറിഷ് അല്ല, ഞാനിത് വരച്ചിട്ടത് ലോസ് വന്നാലെന്ന് വെച്ചിട്ടാണ്. ഇത് ബുള്ളിഷ് ആണ്, നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ. അപ്പൊ ഇത്ര നാൾ നമ്മൾ പഠിച്ചത് ബുള്ളിഷും കോളും ആണ് കണക്ട് ചെയ്തത്, മനസ്സിലായി? അതൊന്ന് റീവയർ ചെയ്യണം. ബെയറിഷ് ബുള്ളിഷ് പുട്ടായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്, സെല്ലേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്, നമ്മൾ സെല്ലറാണ്. അപ്പൊ താഴെയുള്ള ലെഗ് നിങ്ങൾ കാണണ്ട, മുകളിലുള്ള ലെഗാണ് മെയിൻ ലെഗ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. താഴെ ജസ്റ്റ് ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നു, അതാണ് OTM-ൽ PE വാങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രാറ്റജിയുടെ പേര് അല്ല, ബുള്ളിഷ് ആണ്. ബുള്ളിഷ് പുട്ട് സ്പ്രെഡ്. അതെ, അപ്പൊ അതിനെ ബുൾ പുട്ട് സ്പ്രെഡ് എന്നാണ് പറയാറ്. ബുൾ പുട്ട് സ്പ്രെഡ് ഇവിടെ ഉണ്ട്. ബുള്ളില് പുട്ട് സ്പ്രെഡ്. ഈ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് അത് ബൈയിങ് ഫ്ലേവർ ഉള്ള സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പോൾ സെല്ലേഴ്സ് പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ബുൾ പുട്ട് സ്പ്രെഡ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം. നമ്മളുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ, നിങ്ങൾ തന്നെ പറഞ്ഞു ബെയറിഷ് ആണെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റ് താഴ്ത്തേക്ക് വീഴുന്നതാണ് നമ്മളുടെ അനുമാനമെങ്കിൽ, നമ്മൾ ഏത് സ്ട്രൈക്ക്, ഏത് ഓപ്ഷൻ സെല്ല് ചെയ്യും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഓപ്ഷൻ സെല്ല് ചെയ്യും എന്നുള്ളതാണ്. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യോ, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യോ? യെസ്, കോൾ സെല്ല് ചെയ്യും. അപ്പോൾ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചു പഠിക്കുക. നോട്ട് ബുക്കും പാൻ ഇട്ടിട്ടോ ട്രേഡിംഗ് വ്യൂയിലോ ഒന്ന് വരച്ചു പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തറവും. സെല്ല് ATM വേണോ OTM വേണോ? ATM. അപ്പോൾ ATM സെല്ല് ചെയ്തു. അപ്പോൾ നമ്മളുടെ വ്യൂ ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് കയറില്ല എന്നാണ്. ഒരിക്കലും ബെയറിഷ് ആണെന്നല്ല നമ്മുടെ വ്യൂ. അപ്പോൾ നമ്മുടെ വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ബെയറിഷ് ഓർ ന്യൂട്രൽ. ബെയറിഷ് ആവണമെന്നില്ല, മാർക്കറ്റ് മുകളിലേക്ക് കയറില്ല. അതായത് ന്യൂട്രൽ ആയിട്ട് നിന്നേക്കാം, അല്ലെങ്കിൽ ബെയറിഷ് ആയേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ശക്തമായിട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് ലോസ് വരും അല്ലേ? ശക്തമായിട്ട് നമുക്ക് മുകളിലേക്ക് പോയാൽ ലോസ് വരും. ആ ലോസ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിന് മുകളിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്യും. ഏത് ഓപ്ഷൻ ആയിരിക്കും? കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അത് OTM ആണോ ATM ആണോ വരാ? OTM. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് രണ്ടും ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് നമുക്കില്ല. പ്രീമിയം മെൽറ്റിങ്ങിനെ പേടിക്കണ്ട. അപ്പൊ ഇത് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. മാർക്കറ്റ് വളരെ സ്റ്റേബിളായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനിരിക്കുന്നവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ദിവസങ്ങളില്ലേ? വെറുതെ മാർക്കറ്റ് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒരു അനക്കല്ല അങ്ങനെ നിൽക്കണ കാണാറില്ലേ നിങ്ങൾ? അപ്പോൾ വെറുതെ ബൈ ചെയ്ത് പൈസ കളയരുത്. ഒന്നില്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക,
അല്ലെങ്കിൽ സെല്ലിംഗ് പെർസ്പെക്റ്റീവിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറയാൻ കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 ലെഗ് സ്ട്രാറ്റജികളാണ്. അതായത് 4 ലെഗ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴത്തേക്ക് പോയാലും ലാഭം. അതിനെയാണ് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുക. ഡയറക്ഷൻ വേണ്ട, നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ മതി, മാർക്കറ്റിൽ വലിയ വോളറ്റൈലിറ്റി ഒന്നും അടുത്തുണ്ടാവില്ല എന്നുള്ളൊരു പ്രഡിക്ഷൻ കിട്ടിയാൽ മതി. അതായത് പ്രത്യേകിച്ച് ഒരു ന്യൂസ്, ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു ന്യൂസോ അല്ലെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ന്യൂസോ ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് നോൺ ഡയറക്ഷണൽ സെല്ലിംഗ്. അപ്പോൾ നോൺ ഡയറക്ഷണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ പഠിച്ച ഈ 4 ലെഗും മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തറായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫർദർ സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ക്വിസ് നടത്താം അല്ലേ? സ്ക്രീൻ നോക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം, ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ നോക്കാം. എനിക്കിപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഇത് അറിയാം അല്ലേ? ജസ്റ്റ് ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങി, പക്ഷെ ഇത് കുറച്ചുകൂടി ക്വിക്കായിട്ട് പറയാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെൻസിബിളിൽ എക്സിക്യൂട്ട് ചെയ്യാനും ട്രേഡ് എടുക്കാനൊക്കെ അപ്പോൾ ഫ്ലുവൻ്റ് ആവാന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന പോലെയാണ്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ആ ഗ്രാമർ കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നില്ല. സംസാരിക്കാൻ പറ്റണമെങ്കിൽ ആ ഗ്രാമർ യൂസ് ചെയ്ത് നമ്മൾ കുറേ സെൻറ്റൻസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ ഇത് മനസ്സിലൊന്ന് ഫ്ലുവൻ്റ് ആക്കാം. അപ്പോൾ എന്താണ് ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്ന ആളുടെ വ്യൂ? ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? അല്ലേ? അപ്പോൾ കോള് ബെയർ ആയിട്ടും. ഇനി എന്താണ് ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്ന ആളുടെ വ്യൂ? ബുള്ളിഷ്. ഇനി ബുൾ പുട്ട് സ്പ്രെഡ് നമ്മൾ പഠിച്ച സ്ട്രാറ്റജി ആണോ പഠിക്കാത്ത സ്ട്രാറ്റജി ആണോ? ബുൾ പുട്ട് സ്പ്രെഡ് പഠിച്ചതാണ്. ബെയർ പുട്ട് സ്പ്രെഡോ? പഠിച്ചിട്ടില്ല. ബുൾ പുട്ട് സ്പ്രെഡ് ഏത് വ്യൂ ഉള്ള ആളാണ് ചെയ്യുക മാർക്കറ്റിൽ? ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ ന്യൂട്രൽ ആണോ? ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? ബുള്ളിഷ് പ്ലസ് ന്യൂട്രൽ ആണോ? ഓക്കെ, അതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത്. നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ബുള്ളിഷ് ആണ്, പക്ഷെ ബുൾ പുട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ബുള്ളിഷ് മാത്രമല്ല, ബുള്ളിഷ് ഓർ ന്യൂട്രൽ ആണ്. മാർക്കറ്റ് താഴേക്ക് വീഴില്ല എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ട്രേഡ് ചെയ്യാനുള്ള കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സപ്പോർട്ടുകളിൽ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യണ കാണില്ലേ, അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. അവിടുന്ന് താഴത്തേക്ക് വീഴില്ല എന്നുള്ള നിഗമനത്തിൽ സെല്ല് ചെയ്യാം. ഇനി അഥവാ താഴത്തേക്ക് വീണാൽ നമ്മൾ ഓൾറെഡി പുട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവണ വരെ നമുക്ക് സെല്ല് ചെയ്യാം. ആ പ്രീമിയം നമുക്ക് കിട്ടും അല്ലേ? ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഒരു പുട്ട് ബൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ട് സ്ട്രാറ്റജികൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഇനി ബെയർ കോൾ സ്പ്രെഡിൽ ഏതൊക്കെ സ്ട്രൈക്കുകളാണ് ഉള്ളത്? ATM, CE and CE. ഓക്കെ, കറക്റ്റ്. ATM, CE, OTM, CE അല്ലേ? ഇനി ബുൾ കോൾ സ്പ്രെഡിൽ നമ്മൾ എവിടെയാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്? ബുൾ കോൾ സ്പ്രെഡ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യൂ ബുള്ളിഷ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബുൾ കോൾ സ്പ്രെഡ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? ബുൾ പുട്ട് സ്പ്രെഡ്. ബുൾ പുട്ട് സ്പ്രെഡിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യുന്നത്? ATM ആണോ OTM ആണോ? ഓക്കെ, ഓക്കെ, ഒരു കൺഫ്യൂഷൻ വേണ്ട. രണ്ടിലും സെല്ലർ ആണെങ്കിൽ OTM ആണ് ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അച്ചട്ടായി എന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനി നമുക്കത് 1-2 പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ട് സെൻസിബിളിൽ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് നമ്മളുടെ വ്യൂ എന്താണ്? ബുള്ളിഷ് ആണ് അല്ലേ? എന്ത് തോന്നുന്നു കണ്ടിട്ട്? നിഫ്റ്റി ഒരു സപ്പോർട്ടിൽ വന്നിട്ട് ഇതാ ഒരു സപ്പോർട്ട് എടുക്കുകയാണ്. മുമ്പ് നല്ലൊരു സപ്പോർട്ട് സോണാണ് അത് അല്ലേ? സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ അത് അവിടെ നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് താഴേക്ക് വീണാൽ നമുക്ക് പുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കയറി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റിൽ വ്യൂ ബുള്ളിഷ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് അല്ലേ? അപ്പോൾ 1 മിനിറ്റിൽ ഇങ്ങനെ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിനാണ് ശരിക്കും സ്കാൽപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സോണിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങാം.
അല്ലെ 1:2. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വ്യൂ ഇപ്പോൾ ടെമ്പററി ആയിട്ട് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആണ്. ഇത് കൺസോൾഡേറ്റ് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ തുടങ്ങി നമ്മുടെ വ്യൂ ബെയറിഷ് ആവും. അപ്പോൾ തൽക്കാലം നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും? നമ്മൾ ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ പല പല സ്ഥലങ്ങളിൽ സപ്പോർട്ട് എടുത്ത ഈ സോണിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു ലിക്വിഡിറ്റി കണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഥവാ പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു സോണിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബൈ ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു അലാറം വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 23,260 2261 ഇപ്പോഴത്തെ എന്താ പറയുക സ്പോട്ട്. അപ്പോൾ ATM എത്രയായിരിക്കും? 23,250 അല്ലേ. അപ്പോൾ അത് നോക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സെൻസിബിളിലേക്ക് വരാം. 23,250 ഏത് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യും? ആദ്യം സെല്ലാണ് ചെയ്യേണ്ടത് അല്ലേ. സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 23,250 ഏത് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യും? ആദ്യം സെല്ലാണ് ചെയ്യേണ്ടത്. പുട്ട് ഓപ്ഷൻ സെല് ചെയ്തു. ഏത് സ്ട്രൈക്ക് ബൈ ചെയ്യും? 23,250 ആണ് നമ്മൾ സെല് ചെയ്തത്. ഏത് സ്ട്രൈക്ക് ബൈ ചെയ്യും റിസ്ക് കുറവിനാണെങ്കിൽ? തൊട്ട് മുകളില 23,200 ബൈ ചെയ്യുന്നു അല്ലേ. നമുക്ക് നോക്കാം. 23,250 200. ഇപ്പൊ ഇവിടെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസും കാണുന്നത് ഭയങ്കര വ്യത്യാസത്തിലാണ് അല്ലെ. ലോസ് പ്രോഫിറ്റിന്റെ ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് 300 ആയതുകൊണ്ടാണ് അല്ലെ. 250 നമ്മൾ അടിച്ചു കൊടുത്തത്, പക്ഷെ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് 300 അപ്പൊ ഇതൊന്ന് കൂട്ടാം. ഓക്കെ. അപ്പൊ ഇന്ന് മാക്സിമം പ്രോഫിറ്റ് കുറവാണ്, മാക്സിമം ലോസ് കൂടുതലാണ്. കാരണം ഇന്ന് എക്സ്പയറി ഡേ അല്ലേ. അപ്പൊ ഇത് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഇത് വേഗം മെൽറ്റായി പോകും അല്ലേ. അപ്പോൾ സെല്ലേഴ്സ് ഡേ ആണത്. അപ്പൊ അതുകൊണ്ട് സാധ്യത കൂടുതൽ നമ്മൾ ജയിക്കാനാണ്. അതുകൊണ്ട് പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ ഇത് അടിയിലേക്ക് ആക്കി നോക്കാം. അപ്പൊ ഏകദേശം മാക്സിമം പ്രോഫിറ്റ് 2000 കിട്ടും, മാക്സിമം ലോസ് അതിന്റെ ഇരട്ടി വരും അല്ലെ, 4000 വരും. വീണ്ടും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വരും? 2300. മാക്സിമം ലോസ് കൂടാണ്. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ 250 ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഫ്ലക്ച്വേഷൻ ഉള്ളൂ. അപ്പോൾ എക്സ്പയറി ഡേറ്റിൽ പൊതുവേ നമുക്ക് മാക്സിമം പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും മാക്സിമം ലോസ്. കാരണം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഹൈ ആണ്. നേരെ മറിച്ച് ബയ്യറെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പർ അല്ലേ. കാരണം എന്താ? പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കുറവാണ്, പെട്ടെന്ന് മെൽറ്റായി പോകും. പ്രീമിയം മെൽറ്റിങ് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മളുടെ വ്യൂ ബെയറിഷ് ആണെങ്കിലോ? അപ്പോൾ ബെയറിഷ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എല്ലാവരും മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഇടയ്ക്ക് നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ബെയറിഷ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ചാർട്ട് എടുത്തിട്ട് നമുക്ക് വ്യൂ നേരെ മറിച്ച് ചിന്തിക്കാം. നമ്മൾ പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടുന്ന് ബൈ ചെയ്തു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയില്ല. വീണ്ടും വന്നു താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാറാണ് നമ്മൾ പതിവ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ സെല്ല്. കറക്റ്റ്, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ സെൻസിബിളിൽ പോയിട്ട് ഇത് ക്ലിയർ ചെയ്തിടാം അല്ലേ. അപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ ബിൽഡ് ന്യൂ കസ്റ്റം സ്ട്രാറ്റജി അടിക്കുക. കോള് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ്. ATM നമുക്കൊരു ക്ലൂ ഉണ്ട്, ഈ ബ്ലൂ കളറിൽ, ലൈറ്റ് ബ്ലൂ കളറിൽ കിടക്കുന്നതാണ്. അപ്പോൾ തപ്പി നടക്കണ്ട, നേരെ ഈ ബോർഡറിലേക്ക് വരാം. എന്നിട്ട് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. ഏത് സ്ട്രൈക്ക് ബൈ ചെയ്യും? 250 ബൈ ചെയ്യോ 350 ബൈ ചെയ്യോ? 350 അല്ലെ. OTM ഏകദേശം ഒരു 1300 രൂപ പ്രോഫിറ്റ്. മാക്സിമം ലോസ് വരുന്നത് 2000 രൂപയാണ് അല്ലെ. ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അതായത് മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടോ, 0.01. മാർക്കറ്റ് വെറുതെ അവിടെ നിന്നാൽ മതി, നമുക്ക് 1320 രൂപ വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടും. പക്ഷെ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് പോയാൽ മാത്രമാണ് നമുക്ക് ലോസ് വരുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പുട്ട് വാങ്ങിച്ചു, അപ്പോൾ ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ പുട്ട് വാങ്ങിച്ചു,
ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഇനി 3:30 വരെ ഉണ്ട് സമയം എക്സ്പയറി. അത്ര നേരം മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ താഴത്തേക്ക് പോയാൽ നമുക്ക് ലാഭം. അതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വീണില്ല, ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിന്നു, അപ്പോഴും നമുക്ക് ലാഭം. കുറച്ച് കയറിപ്പോയി, അപ്പോഴും നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് മേലെ ഇരിക്കും നിൽക്കണം നമ്മൾ വാങ്ങിച്ചതിൻ്റെ, അപ്പോഴും നമുക്ക് ലാഭം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ സെല്ലേഴ്സ് സ്ട്രാറ്റജിയുടെ പ്രത്യേകത. നമ്മുടെ വ്യൂ കുറച്ച് മോശമായാലും നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്, പക്ഷേ ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഈ 2 സ്ട്രാറ്റജികൾ ക്ലിയർ ആയില്ലേ? നമുക്ക് ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് എസ്എൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡെൽറ്റ വാല്യൂ വെച്ചിട്ട്, അതായത് ATM ബൈ ചെയ്യാതെ ഡെൽറ്റ വാല്യൂ അനുസരിച്ചിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ്എൽ അഡ്ജസ്റ്റ് ആവുമോ? എങ്ങനെ എസ്എൽ അഡ്ജസ്റ്റ് ആവണോ? ഇതിൽ ആക്ച്വലി നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇല്ലല്ലോ. നമ്മൾ ചാർട്ടിൽ നമ്മുടെ മനസ്സിൽ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ആണുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങിയാൽ ഇതാണ് നമ്മുടെ മനസ്സിലെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ മാനുവലി രണ്ടും കൂടി എക്സിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ട്രൈക്കിന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓപ്ഷനിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല. ഇനി ഡെൽറ്റ നമ്മൾ നോക്കേണ്ടത്, ഡെൽറ്റ ബേസിക്കലി ATMസിൽ ഡെൽറ്റ മീഡിയം ആയിരിക്കും. അതായത് അപ്രോക്സിമേറ്റ്ലി 0.45 to 0.50, അതായത് ഏകദേശം 50% എന്ന് പറയും. ഇനി ITMs ആണെങ്കിൽ ഡെൽറ്റ കൂടുതലായിരിക്കും. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0 തുടങ്ങി 1 വരെയുള്ളൊരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് 0 തുടങ്ങി 100% എന്നുള്ള തരത്തിൽ കാണാം. അപ്പോൾ ഡെൽറ്റ ഏകദേശം ഒരു 90 ആണെങ്കിൽ അത് വളരെ ഡീപ്പ് ITMs ആയിരിക്കും. അപ്പോൾ ഡീപ്പ് ITMs നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം ATM ബൈ ചെയ്യുന്നതിന് പകരം ഡീപ്പ് ITMs ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോണതിനനുസരിച്ച് ഏകദേശം 1 പോയിന്റ് പോണതിനനുസരിച്ച് 1 രൂപ കിട്ടും എന്നുള്ളതാണ്. നേരെ മറിച്ച് ATMs ബൈ ചെയ്താൽ മാർക്കറ്റ് 1 പോയിന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 1/2 രൂപയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 100 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 50 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡെൽറ്റ തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണ കൂടുതൽ ക്യാപിറ്റൽ ഉള്ളവർ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ITMസിലാണ് ചെയ്യാറ്. കാരണം അക്കൗണ്ടിൽ ഫ്ലക്ച്വേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ATMs ചെയ്യാൻ പഠിച്ചത് ജനറലി ബിഗിനേഴ്സ് ATMs ആണ് ചെയ്യാറ്. ITMs കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കുറച്ച് ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ ITMs ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും ലോസൊക്കെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ആ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30,000 രൂപ വേണ്ടവരും ITM ചെയ്യാം, അല്ലെങ്കിൽ 40,000 രൂപ വേണ്ടവരും ITM ചെയ്യാം. അതിൽ ലോസ് വരുമ്പോൾ 4,000, 5,000 ഒക്കെ വരും. ഇനി OTMs ചെയ്യണമെങ്കിൽ വളരെ ചീപ്പറാണ്. അപ്പോൾ നമുക്ക് ആകെ ഒരു 5,000, 4,000 രൂപയ്ക്ക് OTMs ചെയ്യാം. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരുമ്പോൾ അതിൽ 1,000, 1,500 വരുള്ളൂ. പക്ഷെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രീമിയം മെൽറ്റിങ്ങിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും OTMസിൽ. ITMസിൽ പ്രീമിയം മെൽറ്റിങ്ങിൻ്റെ എഫക്റ്റ് ഓൾമോസ്റ്റ് നില്ലാണ്. പക്ഷെ ഉണ്ട്. കാരണം ഡെൽറ്റ 90%, അതായത് 0.9 നോക്കി നമ്മൾ എടുക്കുകയാണെങ്കിലും സ്ലൈറ്റ് പ്രീമിയം മെൽറ്റിംഗ് ഉണ്ട്. പക്ഷേ ATMനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഈ വക കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ATMs സജസ്റ്റ് ചെയ്യുന്നത്. ATMs ആകുമ്പോൾ നമ്മളൊന്നും ആലോചിക്കാനില്ല. അതിലുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ആലോചിക്കാത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡാണ്. എല്ലാവരും ഈ പ്രീമിയം മെൽറ്റിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ കോൺഷ്യസ് ആവണേ. അപ്പം അപ്പുറത്ത് സ്പ്രെഡിൽ നഷ്ടം വരികയാണ് ITMs, OTMs ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ATMs ചൂസ് ചെയ്യാനുള്ള കാരണം. എന്നാലും നമുക്കിപ്പോ മാർക്കറ്റിൽ ഒരു ബിയറിഷ് വ്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ ചാർട്ടിൽ വരുന്നത് സ്റ്റോപ്പ് ലോസ് കൂടുതലാണ്. ഇപ്പൊ ഒരു 60 പോയിന്റ് ചാർട്ടിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡെൽറ്റ വാല്യൂ 0.5 എടുക്കുന്നതിന് പകരം ഡെൽറ്റ വാല്യൂ 0.3 ഉള്ള ഒരു സ്ട്രൈക്ക് എടുത്ത് സെല് ചെയ്യാൻ പറ്റൂ? സെല് ചെയ്യാനാണോ അതോ ബൈ ചെയ്യാനോ? സെല് ചെയ്യാനാണ്. അല്ലല്ല, നമ്മളിപ്പോ മാർക്കറ്റ് വ്യൂ ബെയറിഷ് തന്നെ. അപ്പൊ നമുക്കൊരു CE സെല് ചെയ്യണം. അതെ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ SL പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപ്പോൾ നമ്മൾ പറയുന്നത് OTMs സെല് ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലെ. 0.3 എന്ന് പറഞ്ഞാൽ OTM സെല് ചെയ്യുമ്പോൾ പ്രീമിയം കുറവ് കിട്ടുള്ളൂ. അപ്പോൾ ആ കാണുന്ന 1,500 പ്രോഫിറ്റ് കിട്ടില്ല.
750 രൂപ 800 രൂപ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് നമുക്ക് ഇൻട്രാഡേ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SL നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൂടെ? SL നമ്മൾ വെക്കുന്നില്ലല്ലോ. ആക്ച്വലി റിയാലിറ്റിയിൽ നമ്മൾ സ്പ്രെഡുകൾ ചെയ്യുമ്പോൾ SL വെക്കാറില്ല. അതാണ് സ്പ്രെഡുകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബുള്ളിഷ് വ്യൂവിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ആക്ച്വലി നമ്മൾ കോൾ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഒരു SL മനസ്സിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ഇക്വിറ്റിയിൽ ചെയ്യുമ്പോൾ ഒരു SL ഒക്കെ വെക്കണമല്ലോ. പക്ഷെ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് താഴ്ത്തേക്ക് വന്ന ഒരു ലിക്വിഡിറ്റി കണ്ട് അടിച്ചിട്ട് മുകളിലേക്ക് പോയാലും നമ്മൾ ഔട്ട് ആവില്ല. അങ്ങനെ ഇപ്പം നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴും സ്റ്റോക്സുകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴും ഉള്ള വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ഇപ്പം നമ്മൾ ഇതൊരു സ്റ്റോക്കിന്റെ പ്രൈസ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ ചുമ്മാ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി വീണ്ടും താഴ്ത്തേക്ക് വന്നു, പിന്നെ എപ്പോഴെങ്കിലൊക്കെ മുകളിലേക്ക് പോയാൽ മതി. ആ എക്സ്പയറിക്ക് മുമ്പ് എപ്പോഴെങ്കിലൊക്കെ മുകളിലേക്ക് പോയാൽ നമ്മൾ ലാഭത്തിലാവും അല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇല്ല, ഭയങ്കരമായിട്ടുള്ള ഫോളോ ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോയാലും ലാഭത്തിലാവും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് നല്ലൊരു റെസിസ്റ്റൻസിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ തട്ടി, പിന്നെ വീണ്ടും ഇവിടെ തട്ടി, അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പുണ്ട് ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് നോക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായിട്ടൊന്നും പോസിറ്റീവ് ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും വിട്ട് കയറി പോകേണ്ട ഒരു കാര്യമില്ല സാധാരണ നിലയ്ക്ക് എന്നുള്ള നല്ല കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഫ്യൂച്ചേഴ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് അടുത്ത് വെക്കേണ്ട വരും. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് സെല് ചെയ്യുമ്പോൾ ഒന്ന് കയറ്റി കൊണ്ടുപോയിട്ടായിരിക്കും താഴ്ത്തേക്ക് കൊണ്ടുപോകുക, അല്ലെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ അടിച്ചിട്ടായിരിക്കും താഴ്ത്തേക്ക് പോവുക. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് അത്രയും താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു പെർട്ടിക്കുലർ എക്സ്പയറി ഇതാണെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്പയറിക്ക് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചയാണ് സ്റ്റോക്സിൽ എക്സ്പയറി. അപ്പോൾ എത്ര മുകളിലേക്ക് പോയാലും ഇത് പിന്നീട് താഴ്ത്തേക്ക് പോയാൽ മതി. എക്സ്പയറി ആകുമ്പോൾ ഇത് നേരെ താഴ്ത്തേക്ക് പോയാലും മുകളിലേക്ക് പോയിട്ട് താഴ്ത്തേക്ക് പോയാലും നമുക്ക് ഒരേ ലാഭം തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി കണ്ടിനെ പേടിക്കണ്ട. ഇനി ബുള്ളിഷ് വ്യൂ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇതുപോലൊരു അസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു, എപ്പോഴൊക്കെയോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഈ നെക്ക് ലൈനിലേക്ക് വന്നേക്കാണ്. നെക്ക് ലൈനിലേക്ക് വന്ന് ഇവിടെ എത്തിയിട്ട് കൺസോൾഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ സാധനം ഇനി ബുള്ളിഷ് ആയിരിക്കും ഭാവിയിൽ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മാരുതി, നമ്മൾ ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കിയപ്പോൾ മാരുതി ഇന്ന കമ്പനിയായിട്ട് മർജ് ചെയ്യുന്നു, കഴിഞ്ഞ ക്വാർട്ടറിൽ റിസൾട്ട്സ് കൂടുതലാണ്, സെയിൽസ് കൂടുതലാണ്, ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ പല ടെക്നിക്കൽ അനാലിസിസുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മാരുതി വാങ്ങാനാണ്. ഷെർഖാൻ പോലെയുള്ള ബ്രോക്കേഴ്സ് മാരുതിയുടെ ടാർഗറ്റ് കയറ്റി വെച്ചിരിക്കുന്നു. ഇത്രയും പോസിറ്റീവ് ന്യൂസുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്തായാലും മുകളിലേക്ക് പോകും നമുക്കറിയാം. പക്ഷെ ഇത് നേരെ ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നില്ല. കാരണം എന്താ, എല്ലാ സാധാരണക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ള സ്ഥലം എവിടെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്യൂച്ചേഴ്സിൽ സെല് ചെയ്തിട്ട് ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, സ്പ്രെഡുകൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ എക്സ്പയറി അല്ലെ മന്ത്ലി എക്സ്പയറി അതിനു മുമ്പ് നമ്മൾ മുകളിലേക്ക് കയറിയാൽ മതി. എത്ര താഴ്ത്തേക്ക് പോയിട്ടായാലും നമുക്കറിയില്ല എന്തോരം താഴ്ത്തേക്ക് പോകുന്നു. ചിലപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി കണ്ട് ചെയ്തിട്ട് പോകും, ചിലപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസുകളും കൂടി കണ്ട് ചെയ്തിട്ടാണ് പോവുക. അതായത് ഒരു വലിയ വിക്കൊക്കെ ഇങ്ങനെ കാണാറില്ലേ, ഒരു ദിവസം പടപെടാന്ന് പറഞ്ഞിട്ട് താഴ്ത്തേക്ക് വരും, പിറ്റേ ദിവസം നല്ല ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം താഴ്ത്തേക്ക് വന്ന് അന്ന് തന്നെ മുകളിലേക്ക് കയറും ബുള്ളിഷ് ഹാമർ. അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. എക്സ്പയറി ആകുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ച പോയിന്റിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവായിട്ട് നമ്മൾ സ്പ്രെഡ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ സാധനം ഇതൊന്നും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം ലോ അക്കൗണ്ട് ഫ്ലക്ച്വേഷനിൽ ട്രേഡ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇപ്പോ ഇൻട്രാഡേയില് നമ്മളിപ്പോ ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് നിഫ്റ്റി ബുള്ളിഷ് എന്നുള്ള ഒരു ഇതില് പി സെല്ല് ചെയ്യാണ്. ഓക്കെ. പക്ഷെ മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പൊ നമ്മൾ മാനുവലി എക്സിറ്റ് ആവണ്ടേ? വേണം. അപ്പൊ അത് ആ SL നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ആ SL നമ്മൾ സെൻസിബിൾ ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര സമയത്തിനുള്ളിൽ വന്നു എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നിൽക്കുന്നത് 1 അവറിന്റെ ചാർട്ടിലാണ്. നമ്മളൊരു PE സെല് ചെയ്തു, അപ്പോൾ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ് അല്ലേ. അപ്പോൾ
നിങ്ങൾ പറയുന്നതിൽ ഹെഡ്ജ് ചെയ്യുന്നില്ല അല്ലെ? ജസ്റ്റ് ഒരു സെല്ല് മാത്രം ഹെഡ്ജ് ചെയ്യുന്നുണ്ട് നമുക്ക് മാർജിൻ കുറയ്ക്കാനായിട്ട്. ഹെഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന മാക്സിമം ലോസേ വരുള്ളൂ. അപ്പോൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഉള്ളതിന് സമാനമാണ്, നമുക്കൊരു ലിമിറ്റഡ് ലോസ് വരുള്ളൂ. അത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കാണാം. ഇത് 1990. സാർ ഇപ്പൊ ചാർട്ടിൽ വരച്ചില്ലേ, അതുപോലെ ചാർട്ട് നമ്മുടെ കൺവെൻഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പോയിട്ട് സാറ് വരച്ചിരിക്കുന്ന ആ റെഡിന് താഴെ എത്തി. റെഡ് ലൈൻ ആണോ ഈ റെഡ് സോൺ ആണോ? അല്ല, ആ റെഡ് സോണിന് താഴെ, അതായത് നമ്മുടെ ചാർട്ടില് നമ്മുടെ ഓക്കെ എസ് കിട്ടി. അപ്പൊ നമ്മളത് മാനുവലി എക്സിറ്റ് ചെയ്യണോ ചെയ്യാ ഇൻട്രാഡേയിൽ യൂസ് ചെയ്യുമ്പോ? മാനുവലി എക്സിറ്റ് ചെയ്യാണ് ചെയ്യാം. അതായത് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലെഗ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ 2 ലെഗും എക്സിറ്റ് ചെയ്ത് കളയണം. സെല് ചെയ്തത് എക്സിറ്റ് ചെയ്യണം, ബൈ ചെയ്ത് എക്സിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ സെല് ചെയ്തത് എക്സിറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരു സെല്ലർക്കാണ് പോകുന്നത്. ആ കോൺട്രാക്ട് അവിടെ ഫിനിഷ് ആവുന്നില്ല. കോൺട്രാക്ട് ഫിനിഷ് ആവുന്നത് എക്സ്പയറി ഡേറ്റിലാണ്. അത് സെല് ചെയ്യാൻ തയ്യാറായ മറ്റൊരാള് അത് ഇത്ര രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ഞാൻ എടുക്കാന്ന് പറഞ്ഞ ആ കോൺട്രാക്ട് നമ്മൾ കൈമാറാണ്. ബൈ ചെയ്ത കോൺട്രാക്റ്റും നമ്മൾ കൈമാറാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ലോസ് അവിടെ വെച്ച് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് മനസ്സിലൊരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ അലേർട്ടായിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിൻ്റെ ഇത് ഓൾറെഡി കുറച്ച് താഴേക്ക് വന്നിട്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ. ഇത് വിട്ട് താഴേക്ക് വരണമെങ്കിൽ പിന്നെ നമ്മുടെ വ്യൂ എന്തായി, നേരെ ബെയറിഷായി. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അലേർട്ടായിട്ട് വെക്കുക, ആഡ് അലേർട്ട് ഓൺ ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ പോയി അലേർട്ട് അടിക്കാം, അലേർട്ട് വെക്കുക. ആ അലേർട്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് അത് രണ്ടും എക്സിറ്റ് ചെയ്യാം. ബൈ ചെയ്തത് എക്സിറ്റ് ആണ് ചോദിക്കുക. എക്സിറ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എക്സിറ്റ് കൊടുക്കുക. ഓക്കെ. എന്തോ 2 SL വെക്കേണ്ടി വരും? അല്ല, SL വെക്കാറില്ല സാധാരണ. അല്ല, ഗ്രാഫ് ഇങ്ങനെ നോക്കി വെക്കുന്ന പറഞ്ഞില്ലേ? 1-2 SL വെച്ചാൽ നല്ലതാണ്. നമ്മളൊരു SL അടിച്ച് അറിഞ്ഞില്ലെങ്കിൽ അടുത്ത SL അടുത്ത അലാറം അടിക്കും. അപ്പോൾ 2 SL വെക്കുന്നത് നല്ലതാണ്. ട്രേഡിംഗ് വ്യൂവിൽ എനിക്ക് തോന്നുന്നു SL വെക്കാൻ ലിമിറ്റ് ഉണ്ട്, 2-3 പറ്റുള്ളൂ. ബ്രോക്കർ അടുത്ത് പോയാൽ നമുക്ക് 2 അൺലിമിറ്റഡ് SLs വെക്കാം, അലേർട്ട്സ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ SL വെക്കുന്നില്ല. ഓക്കെ. നമ്മൾ കോള് ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വൽ ഒരു SL വെക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ലോസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലേ. ഇതിൽ നമുക്ക് SLന്റെ ആവശ്യമില്ല, കാരണം ഇതിൽ മാക്സിമം പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രീ ഡിറ്റർമിൻഡ് ആണ്. മീഡിയയിൽ വെക്കാം, പക്ഷെ സാധാരണ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ SL വെക്കാറില്ല, കാരണം ഇത്രയും സ്ലൈറ്റ് ലോസ് നമുക്കത് ആദ്യമേ ഇവിടെ കൺട്രോൾ ചെയ്യാമല്ലോ, സ്ട്രൈക്ക് അടുപ്പിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്കിത് തറായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 2 സ്ട്രാറ്റജികൾ പഠിക്കാം. തറമാണോ? അപ്പോൾ ഇപ്പോൾ ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു എന്താ പറയുക 4 ലെഗ്ഡ് സ്ട്രാറ്റജി പഠിക്കാം, അതായത് 4 ലെഗുള്ള സ്ട്രാറ്റജികൾ. ഇപ്പം നമ്മൾ ചെയ്തതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് തറായെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അതായത് മാർക്കറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ തിരിക്കണതുകൊണ്ട് ബുള്ളിഷ് ആയിരിക്കാം. ഇപ്പോൾ വേറൊരു ദിവസം പ്രത്യേകിച്ചൊരു വ്യൂ ഒന്നും ഇല്ല, മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, മാർക്കറ്റിൽ വലിയ മൊമെൻറ്റം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുകയും അത് ATMലല്ല OTMൽ അല്ലേ, മാർക്കറ്റ് ഒരിക്കലും എത്താൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. സെല് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു കോള് OTM സെല് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ OTMസിൽ നമ്മൾ സെല് ചെയ്താൽ പ്രീമിയം കുറച്ചേ കിട്ടുള്ളൂ അല്ലേ, കാരണം OTMs ചീപ്പർ അല്ലേ, അപ്പോൾ പ്രീമിയം കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു എക്സ്പയറി ഡേറ്റ് ഇതാണെന്ന് വിചാരിച്ചു, ബ്ലാക്ക് ലൈൻ. അപ്പോൾ ഈ ഒരു എക്സ്പയറിക്ക് മുമ്പ് ഇത് ഈ ഒരു ഫീൽഡിനുള്ളിൽ എവിടെ ക്ലോസ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇവിടെ ക്ലോസ് ചെയ്താലും പ്രോഫിറ്റാണ്, താഴത്തേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്താലും പ്രോഫിറ്റ് ആണ്.
അപ്പോൾ ഇതിനെയാണ് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം സെല്ല് PE OTM. അതുപോലെ തന്നെ സെല്ല് CE OTM. കറക്റ്റ് അല്ലേ? രണ്ട് ഡയറക്ഷനിൽ നിന്നും സെല്ല് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് ഷോർട്ട് സ്ട്രാഡിൽ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷോർട്ട് പൊസിഷൻ, ഷോർട്ട് ചെയ്യുക. അതായത് നമ്മൾ രണ്ടും സെല്ലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബൈ അല്ല ചെയ്യുന്നത്, പ്യുവർ സെല്ലിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ രണ്ട് ഡയറക്ഷനിൽ നിന്നും സെല്ല് ചെയ്യാണ്. സ്ട്രാഡിൽ എന്നും സ്ട്രാങ്കിൾ എന്നും രണ്ട് സ്ട്രാറ്റജികളുണ്ട്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാഡിലാണ്. അപ്പൊ സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാലിങ്ങനെ കവച്ചു വെച്ച് നിൽക്കുക എന്നുള്ളതാണ് വേർഡ്. സ്ട്രാങ്കിൾ എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ കുരുക്ക്, അതായത് ഒരു കയറിന്റെ ഒരു കുരുക്ക്, വരിഞ്ഞു മുറുക്കണ ഒരു കുരുക്ക്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. സ്ട്രാങ്കിൾ ആണെങ്കിൽ നമ്മൾ രണ്ടും ATMs ആണ് സെല്ല് ചെയ്യുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാഡിലാണ്. അപ്പോൾ OTMs ആണ് സെല്ല് ചെയ്യുക. അതായത് കാലിങ്ങനെ വിരിച്ചു വെച്ചേക്കാണ്, സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ പേരുണ്ടായത്, സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് സ്ട്രാഡിൽ. അപ്പോൾ സ്ട്രാഡിൽ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, അത് ഒരിക്കലും സെൻട്രലല്ല, രണ്ട് കാലുകളും വിരിച്ചു വെച്ചേക്കാണ്. സ്ട്രാഡിൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥമാണ് അത്. സ്ട്രാഡിൽ വിരിച്ചു വെച്ചേക്കാണ്, അതായത് ATMs അല്ല, OTMs ആണ്. ഇനി ലോങ് സ്ട്രാഡിലുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ലോങ് സ്ട്രാഡിലല്ല, ഷോർട്ട് സ്ട്രാഡിലാണ്. അതായത് രണ്ടും സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇതിനുള്ളിൽ നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലേ. പക്ഷെ OTMs ആയതുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും എന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രത്യേകിച്ച് ഒരു ന്യൂസ് ഒന്നും ഇല്ലാത്ത പ്ലസന്റ് ആയിട്ട് വെറുതെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങളിൽ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. താഴത്തേക്ക് പോയാലും പ്രോഫിറ്റ്, മുകളിലേക്ക് പോയാലും പ്രോഫിറ്റ്, പക്ഷേ ഈ റേഞ്ചിനുള്ളിൽ നിന്ന് പ്രോഫിറ്റ്. നേരെ മറിച്ച് എക്സ്പയറി ഡേ ആവുമ്പോഴേക്കും ഇതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും. ക്ലിയർ അല്ലേ? ഷോർട്ട് സ്ട്രാഡിൽ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആയോ? അത് പുറത്തേക്ക് വന്ന ഏതെങ്കിലും ലെഗ് നമ്മൾ എക്സിറ്റ് ചെയ്യണ്ടേ? എക്സിറ്റ് ചെയ്യണ്ട. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഹെഡ്ജ് ചെയ്യണം. അതായത് ഫർദർ OTMs നമ്മൾ ബൈ ചെയ്തുകൊണ്ട് നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ ഇടാണ് ചെയ്യുക. അതായത് അപ്പോൾ ഇതിനും സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു സ്ട്രാറ്റജിയാണ്. പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ വലിയ യുദ്ധമൊക്കെ വരാണ്, വലിയ ഗ്യാപ്പ് ഒക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇതിനും സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ നമുക്ക് ഈ രണ്ട് പ്രീമിയം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. OTMsൽ പ്രീമിയം കുറവാണെങ്കിലും കുറച്ചുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എത്ര രൂപ വരുന്നുള്ളത് നോക്കാം. നമുക്ക് ഈ സ്ട്രാറ്റജി ആദ്യം ബിൽഡ് ചെയ്തിട്ട് ഇതിന് എത്ര പൈസ വേണം, അല്ലെങ്കിൽ എത്ര അകലെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നിഫ്റ്റിയിൽ നമ്മളിത് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പല ആൾക്കാരും പലതരത്തിലാണ് ചെയ്യുക. നമുക്ക് എത്ര പ്രോഫിറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. ചിലർ കൂടുതൽ പ്രീമിയത്തിന് ചെയ്യും, ചിലർ കുറച്ച് പ്രീമിയം മതി എന്ന് വിചാരിക്കും. അപ്പോൾ എത്രയോ നിങ്ങൾ കുറവ് പ്രീമിയം കളക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറവ് ലാഭം ആഴ്ചയിലോ മാസത്തിലോ മതി എന്ന് ആഗ്രഹിച്ചാൽ അത്രയും നിങ്ങൾ എൻഡ് ഓഫ് ദ ഇയർ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത കൂടാണ്. അപ്പോൾ ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല. ജനറലി ആൾക്കാർ നോക്കാറ് ഇപ്പോൾ ഒരാഴ്ചയിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി എല്ലാ ആഴ്ചയിലാണ് എക്സ്പയറി. അപ്പോൾ ഓരോ ആഴ്ച ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇനി പ്രീമിയം മെൽറ്റിംഗ് കൂടുതലുള്ള എക്സ്പയറി ഡേറ്റിൽ മാത്രം ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ന് എക്സ്പയറി ഡേ ആണ് അല്ലേ, ചൊവ്വാഴ്ച. അപ്പോൾ എക്സ്പയറി ഡേയിൽ കാലത്ത് തുടങ്ങി കാലത്ത് ഇട്ടിട്ട് വൈകുന്നേരം വരെ ഇട്ട് ആ പ്രീമിയം മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിലും തെറ്റൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ രണ്ടും ചെയ്യാം അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്
ആ പ്രോഫിറ്റിന്റെ 85-90% കിട്ടുന്നത് ആ എൻഡ് ഓഫ് ദ ഡേ എക്സ്പയറിയിലാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാർ ത്രൂ ഔട്ട് ദ വീക്ക് നമുക്കിത് ചെയ്യാം. പക്ഷെ ആ ക്യാപിറ്റൽ അതിന് വേണ്ടി യൂസ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡയറക്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈങ് ഒക്കെ ചെയ്തിട്ട് ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ചൊവ്വാഴ്ച മാത്രം ഈ പരിപാടി ചെയ്യാം. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇനി ഇത് എത്ര അകലെയാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനറലി പല ആൾക്കാരും പല കണക്കുകളാണ് അതിന് യൂസ് ചെയ്യുന്നത്. ജനറലി ഒരാഴ്ചയിൽ മാർക്കറ്റ് മാക്സിമം എന്തോരം പോവാം എന്നുള്ളൊരു ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഒരിക്കലും ഈ ഒരാഴ്ച അത്രയും എത്തരുത്. അപ്പോൾ നോക്കിയാൽ ഇപ്പം ഇതിൽ നമ്മൾ നോക്കിയാൽ 2 തരത്തിൽ നമുക്ക് ഇതിനെ ചെയ്യാം. ഒന്ന്, ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ചാർട്ട് എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ ടോപ്പ് ഇപ്പം എത്ര ആഴ്ചകളുണ്ട്? ഒരു വർഷം 52 ആഴ്ചയാണ് അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 100 സാമ്പിൾസ് എടുത്തു വെക്കുക അല്ലേ. 100 സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 2 വർഷം 52 + 52 104, 2 വർഷം ഏകദേശം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇതിൽ ടോപ്പ് 3 ക്യാൻഡിൽസ് ഫോക്കസ് ചെയ്യുക. ഏറ്റവും വലിയ മൂവ്മെന്റ് ഉണ്ടാക്കിയേക്കണം 3 ക്യാൻഡിൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണ്ട. അപ്പൊ അത് ബോഡി നോക്കിയാൽ മതി, വിക്ക് നോക്കണ്ട. ഇപ്പൊ ഇവിടെ വിക്ക് വളരെ വലുതാണ്. അപ്പൊ വിക്ക് നോക്കണ്ട, കാരണം മാർക്കറ്റ് തിരിച്ചവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് എത്ര മൂവ് ചെയ്ത് ഒരാഴ്ച കൊണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഏകദേശം മാക്സിമം എത്ര മൂവ് ചെയ്തേക്കാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ടോപ്പ് 3 ക്യാൻഡിൽസ് സെപ്റ്റംബറിന്റെയും നവംബറിന്റെ ഇടയിൽ. അതായത് ഇത് അല്ലെ. അപ്പൊ ഏകദേശം ഇത് 3 ഏകദേശം എത്ര മെഷർ ആണെന്നുള്ളത് ഏകദേശം ഒന്ന് അളന്ന് നോക്കാം അല്ലെ. എത്ര മെഷറാണ്? 1000 അല്ലെ. 1000 അല്ലെ. ഏകദേശം 1200. അപ്പോൾ ഒരു 1000-1050 ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് മൂവ്മെന്റ്. 3 എടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് വീക്സുകൾ 3 എടുത്തു കഴിഞ്ഞാൽ 1000 ആണ് ഏകദേശം വരുന്നത്. അപ്പൊ 1000-ന് പുറത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയും പറയാം അല്ലെ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ 1000 പോയിന്റിനേക്കാളും കൂടുതൽ ഒരു ആഴ്ചയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത 3% ഉള്ളൂ എന്ന് കാണാം അല്ലെ. അപ്പൊ 1250 മൂവ് ചെയ്യാനുള്ള സാധ്യത 1% ഉള്ളൂ, 2 വർഷത്തിലൊരിക്കൽ മാത്രം. അപ്പൊ 1000 പോയിന്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത 3% ഏകദേശം ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 1000 പോയിന്റ് അകലെ സെല് ചെയ്താൽ എത്ര പ്രീമിയം കിട്ടും നോക്കാം. അപ്പോൾ നമ്മുടെ വിജയ ശതമാനം എത്രയായിരിക്കും? 97 ആഴ്ചകളിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷേ കിട്ടുന്ന പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ATM, അതിന് 100 പോയിന്റ് അകലെ റഫലി അല്ലേ. ഇപ്പോൾ 23,300 ആണെങ്കിൽ എത്രയാണ്? 22,300 അതുപോലെ തന്നെ 22,300 24,300 നമ്മൾ സെല് ചെയ്യുന്നു. അതായത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ ഒരാഴ്ച ഒരിക്കലും ഇതിലും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യില്ല, ഈ സോണിൻ്റെ ഉള്ളിൽ നിൽക്കും അല്ലേ. അപ്പോൾ വളരെ കുറവ് പ്രീമിയം കിട്ടുള്ളൂ, പക്ഷേ ഈ സോണിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. 22,300 24,300 നമുക്ക് നിഫ്റ്റിയിൽ സെല് ചെയ്യാം. അപ്പോൾ 23,350 ഇപ്പം നിൽക്കുന്നത് അല്ലേ, 350. അപ്പോൾ 22,350 22,350 നമ്മൾ സെല് ചെയ്തു, പുട്ട് ഓപ്ഷൻ സെല് ചെയ്തു. 24,350 നമ്മൾ കോൾ ഓപ്ഷൻ സെല് ചെയ്തു. അപ്പോൾ നമുക്കിതിന് മാർജിൻ 2 ലക്ഷം വേണം. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്, പക്ഷെ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അത്തരത്തിലുള്ളൊരു ആഴ്ചയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ളവർ പറഞ്ഞറിയും. ഈവൻ നമ്മൾ ന്യൂസ് പോലും കാണണ്ട അല്ലെ. വലിയൊരു പ്രശ്നം കോവിഡോ അല്ലെങ്കിൽ വാറോ അതുപോലെയൊക്കെ വരുമ്പോഴാണ് അത്രയും 1000 പോയിന്റിലും കൂടുതൽ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ എക്സ്ട്രീം പ്രോഫിറ്റ് കുറവ് മതി എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സാധാരണ നൽകി ഏകദേശം നിഫ്റ്റി എന്തോരം മൂവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്, കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് വേണം. അപ്പോൾ ശരാശരി ഒരാഴ്ചയിൽ എന്തോരം മൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണ
ഒരു ടൂളാണ് ATR. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് ATR എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വോളറ്റൈലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററാണ് ATR. അപ്പോൾ ATR പോവുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ലെങ്ത് 100 ആക്കാം. ചിലപ്പോൾ ഇത് 14 ആയിരിക്കും. ATR ഇൻഡിക്കേറ്റർ കണ്ടുപിടിച്ച ആൾ ഡീഫോൾട്ട് നമ്പർ 14 വെച്ചാൽ നമ്മൾ 100 ആക്കാം. അപ്പോൾ ATR ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ആ പേര് പോലെ തന്നെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൽ ആ ക്യാൻഡലിൻ്റെ ഹൈറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഹൈ ടു ലോ വരെയാണ് ATR തീരുമാനിക്കുന്നത്. ഒരു ആഴ്ചയിൽ മാക്സിമം ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്, അതിൻ്റെ ഒരു ശരാശരി നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ATR എടുത്തത്. അപ്പോൾ എത്ര പോയിന്റാണ് ATR ഇവിടെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇതാ ATR 583 അല്ലേ. അപ്പോൾ സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് 583 ശരാശരി മാക്സിമം മൂവ് ചെയ്യുന്നത്. അതായത് വിക്ക് ടു വിക്ക്, ഹൈ ടു ലോ ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ 583 നമുക്കൊന്ന് റൗണ്ട് ആക്കാം 600 പോയിന്റ്. അപ്പോൾ 600 പോയിന്റ് നമ്മൾ അകലെ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് കൺസേൺ വേണം. കാരണം എന്താ, പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചും ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതിനെ കുറിച്ചും നിഫ്റ്റി പെട്ടെന്ന് എങ്ങാനും മൂവ് ചെയ്യാൻ എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും നമ്മൾ മാർക്കറ്റ് മോർണിംഗിൽ പോയിട്ട് ഹ്യൂജ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ഇന്ന് നടക്കാനുണ്ടോ എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കണം. അപ്പോൾ നമുക്ക് 600 പോയിന്റ് അകലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. 600 പോയിന്റ് അകലെ എന്ന് പറയുമ്പോൾ എത്രയാണ്, 23,350 അല്ലേ. 23,350 മൈനസ് 600 അല്ലെങ്കിൽ 580, ഇത്രയും കുഴപ്പമില്ല. 23,350 മൈനസ് 580 അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ATR 580 ചില്ലാനം അല്ലേ. എത്രയാണ്, 22,770. 22,770 നമ്മൾ എന്ത് ചെയ്യും, പുട്ടാണോ കോളാണോ സെല് ചെയ്യുക? പുട്ട്. 22,770 അല്ലേ. അപ്പോൾ പുട്ട് സെല് ചെയ്യും. ഇപ്പോൾ 770 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 700 എടുക്കാം. അല്ലെങ്കിൽ -5 മൈനസ് 20 കൂടിയും കൂട്ടിയാൽ 600 ആണെങ്കിൽ 750. 22,750 പുട്ട് നമ്മൾ സെല് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 600 പോയിന്റ് ആണ് റൗണ്ട് നമ്പർ ആയിട്ട് കിട്ടുന്നത് അല്ലേ. ഇനി 22 ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നുണ്ട് 23,350 23,350 പ്ലസ് ATR 23,350 പ്ലസ് ATR എത്രയായിരുന്നു, 580 അല്ലേ. നമ്മൾ അവിടെ 600 കൂട്ടിയാണത്, ഇപ്പോൾ ഇവിടെ 600 ആണ്. 23,950 അപ്പോഴാണ് നമുക്ക് റൗണ്ട് നമ്പർ കിട്ടുള്ളൂ. 23,950 എവിടെയാണ്, 950 നമുക്ക് എന്ത് ചെയ്യും, കോളാണോ പുട്ടാണോ സെല് ചെയ്യേണ്ടത്? കോള്. മുകളിൽ കോള് സെല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിലല്ല സെല് ചെയ്യേണ്ടത്. ഇന്നത്തെ ഓൾറെഡി പ്രീമിയം ഇപ്പോൾ കഴിയാറായി. അടുത്ത ഡേറ്റ് നമുക്ക് നോക്കാം, 9th ജൂൺ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര മാർജിൻ വേണം, 1,00,000 മാർജിൻ വേണം. അപ്പോൾ ഇത് കൂടുതൽ ക്യാപിറ്റൽ വേണം. പിന്നെ ഇതെങ്ങനെ ക്യാപിറ്റൽ കുറച്ച് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത്. എന്ത് ചെയ്താൽ മതി, OTMs ബൈ ചെയ്ത് വെച്ചാൽ തന്നെ ക്യാപിറ്റൽ കുറയും, നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് ഷോർട്ട് സ്ട്രാറ്റജി. അപ്പോൾ മാർക്കറ്റ് സാധാരണ നിലയ്ക്ക് ഒരു പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് പോകുമ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഹെവി പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആഴ്ചയിൽ ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് പ്ലസൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഒരാഴ്ച കൊണ്ട് നമുക്ക് 3,800, അതായത് നമ്മൾ യൂസ്ഡ് ക്യാപിറ്റലിൻ്റെ 2.4%. അപ്പോൾ ഇത് റേഞ്ചാണ് അല്ലേ. 600 മുതൽ 580 മുതൽ ഏകദേശം 1000 പോയിന്റ് വരെയാണ് ഈ റേഞ്ച്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നിശ്ചയിക്കാം. ഇത് നമുക്ക് എപ്പോഴും പറയാം, പല ആൾക്കാർ പല പെർസെൻറ്റേജ് ഉണ്ടാക്കാമെന്ന് പറയും. അത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മളൊരു 0.5% മുതൽ 1% വരെ ആഴ്ചയിൽ എടുക്കാൻ നോക്കാം, അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് 1% ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കുറച്ചും കൂടി വൈഡായിട്ട് കൂട്ടണം അല്ലേ. 23,350 കയറ്റി 100 പോയിന്റ് കയറ്റി ഇവിടെ 100 പോയിന്റ് ഇറക്കി. അപ്പോൾ ഈ പേ ഓഫ് ചാർട്ട് ഏകദേശം ഇങ്ങനെ നിൽക്കണം, സിമെട്രിക്കലായിട്ട് നിൽക്കണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ നിൽക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ഈവൺ പോയിന്റ് കാണാം. ബ്രേക്ക് ഈവൺ പോയിന്റ്
എത്ര പെർസെൻറ്റേജ് ആണ്? 3% നിൽക്കുകയാണെങ്കിൽ നമുക്ക് 1.7 ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ പുട്ട് ഓപ്ഷൻ നമ്മൾ ഇറക്കി, കോൾ ഓപ്ഷൻ നമ്മൾ കയറ്റി. എത്ര പെർസെൻറ്റേജ്? 1% ആയി. പുട്ട് ഓപ്ഷൻ വീണ്ടും നമ്മൾ കുറച്ചുകൂടി ഇറക്കി, കോൾ ഓപ്ഷൻ നമ്മൾ കയറ്റി. അപ്പോൾ ഇത് വൈഡ് ആവുകയാണ് അല്ലേ? സ്പെക്ട്രം വൈഡ് ആവുകയാണ്. അതായത് നമ്മൾ ചാർട്ടിൽ ഇതേ സാധനം തന്നെ നമ്മൾ ചാർട്ടിൽ ഇമാജിൻ ചെയ്താൽ മതി. എങ്ങനെ? ഇപ്പോൾ ഇവിടെ പ്രൈസ് നിൽക്കുന്നു, നമ്മൾക്ക് അതൊരു ബ്ലൂ ലൈൻ വരയ്ക്കാം. നമ്മൾ സെല്ല് ചെയ്യണതിൻ്റെ ആ ഒരു സ്പെക്ട്രം വൈഡ് ചെയ്തു. അതായത് ഇത്രയും അകലെ സെല്ല് ചെയ്യുന്നു. ഒരു കാരണവശാലും ഒരാഴ്ചയിൽ മാർക്കറ്റ് എത്ര അകലെ, സോറി ഇത് 1 വീക്കിൻ്റെ ചാർട്ടാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 1 അവർ ചാർട്ട് ആക്കിയിട്ട് ഇതാണ്. ആദ്യം നമ്മൾ അടുത്ത് സെല് ചെയ്ത് എന്തുണ്ടാവുന്നതാണ് നോക്കിയത്. 600 പോയിന്റ് അകലെ കുറച്ചും കൂടി വൈഡ് ആക്കി അല്ലേ? ഒരാഴ്ചയിൽ വരാൻ സാധ്യതയില്ലാത്ത സ്ഥലം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം 1% മുതൽ 0.5% വരെ. ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്? 1%, കറക്റ്റ് 1%. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി കയറാനുണ്ട് അല്ലേ? ഇതിറക്കി ഇത് കയറ്റി 0.95. അപ്പോൾ 1-ൽ താഴെ. അപ്പോൾ എത്ര ആണ്? 1.5 ലക്ഷം രൂപയ്ക്ക് 1300 രൂപ ആഴ്ചയിൽ കിട്ടും. അപ്പോൾ 1% ആഴ്ചയിൽ എന്നുണ്ടെങ്കിൽ മന്ത്ലി എത്രയാണ്? 4%. അതിൽ കൂടുതൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. 2% ആണെങ്കിൽ ബെറ്റർ. അപ്പോൾ പല ആൾക്കാരും കൺസിസ്റ്റന്റ് ഇൻകത്തിന് വേണ്ടി ചെയ്യണത് ഈ പരിപാടിയാണ്. അപ്പോൾ 2% എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 2% എടുക്കുമ്പോൾ നമ്മൾ മിക്ക ആഴ്ചയും വിജയിക്കും. 52 ആഴ്ച ഒരു വർഷം ഉണ്ടെങ്കിൽ അതിൽ 48 ആഴ്ച നമ്മൾ വിജയിക്കും. ബാക്കി 4 ആഴ്ചകളാണ് ലോസ് വരുള്ളൂ. പക്ഷെ ഇത് അൺലിമിറ്റഡ് ലോസ് വരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു യുദ്ധം അതേപോലെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടിലൻ ലോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓവറോൾ ചെയ്യുന്ന ആൾക്കാർ മിക്ക വർഷവും പ്രോഫിറ്റബിൾ ആവാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയൊരു സ്ട്രാറ്റജിയാണത്. ഇനിയിപ്പോൾ ഒരു വാറൊക്കെ വരുന്ന നമുക്ക് ഡൗട്ട്സുകളുള്ള ആഴ്ചയിൽ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ 52 ആഴ്ച നമ്മൾ ചെയ്യേണ്ടതില്ല, ഒരു 48 ആഴ്ച നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് അയൺ കോണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി പഠിക്കാം. അതായത് വൈഡായിട്ട് ഇതേപോലെ സെല്ല് ചെയ്യുന്നതിനപ്പുറം ഈ അൺലിമിറ്റഡ് ലോസ് എപ്പോഴും ഒരു പ്രശ്നമാണ് അല്ലേ? കാണുമ്പോൾ ഒരു വിഷയമാണ്. നമുക്കതൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു ഉറക്കം കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കോളും പുട്ടും ബൈ ചെയ്യാം OTM-ൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മന്ത്ലി ഒരു 0.5% മുതൽ ആഴ്ചയിൽ ഒരു 0.5% മുതൽ 1% എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യാനിടാം. ഇത് പല ആൾക്കാരും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആവുന്ന മിക്ക ആൾക്കാരും ഇന്ത്യയിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ പല പല വേരിയേഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്ട്രാറ്റജിയുടെ പേര് ഷോർട്ട് സ്ട്രാറ്റജി. ഒരു കോൾ ഓപ്ഷൻ ഒരു പുട്ട് ഓപ്ഷൻ രണ്ടും ഷോർട്ടാണ് ചെയ്യുന്നത്, അതായത് സെല്ലാണ് ചെയ്യുന്നത്. വൈഡ് ആയിട്ട് സെല്ല് ചെയ്യുന്നു. എത്ര അകലെ? 1000 പോയിന്റ് അകലെ ചെയ്താൽ വളരെ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ലോസ് വരില്ല. എന്തെങ്കിലും ലോസ് വരണമെങ്കിൽ അത് നാട്ടുകാർ പറഞ്ഞ് നമ്മൾ അറിയും അതിന്റെ കാരണം. ഇനി നമുക്ക് എല്ലാ ദിവസവും പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, ലൈവ് പ്രീ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ChatGPT ഒക്കെ നോക്കി ഒരു 15 മിനിറ്റ് ഇരിക്കാൻ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഏകദേശം ഒരു 600 പോയിന്റ് അകലെ, അതായത് സാധാരണ നിലയ്ക്ക് ആവറേജ് മാർക്കറ്റ് ഒരു ആഴ്ച കൊണ്ട് മൂവ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഡിസ്റ്റൻസിന് അപ്പുറം നമ്മൾ സെല് ചെയ്യുന്നു. അത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് തരും. പക്ഷെ നമ്മൾ എപ്പോഴും വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഏതെങ്കിലും ദിവസങ്ങൾ ഏർണിംഗ് റിപ്പോർട്ട്സ് റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ഇവന്റ് വരുന്നുണ്ടെങ്കിൽ ആ ആഴ്ചകളിൽ നമ്മൾ സെല് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മളത് കട്ട് ചെയ്തിടണം. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ സാധാരണ നിലയ്ക്ക് ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് ആഴ്ചയിൽ 1%. അപ്പോൾ ആഴ്ചയിൽ 1% അതിനനുസരിച്ച് നമ്മൾ സ്ട്രൈക്കുകൾ അകലെ ഇടണം. അത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഇത് എന്താ പറയുക, കോൾ സൈഡും പുട്ട് സൈഡും പ്ലസും മൈനസ് അടിച്ചിട്ട് വൈഡൻ ചെയ്തിടുക. എപ്പോഴും ഇത് സിമ്മട്രി അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് രണ്ടും സെയിം അല്ലേ, 4% ഇവിടെയും ഇവിടെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ക്യാപിറ്റലിന് ഏകദേശം 1% ഇവിടെ വരാവുന്ന തരത്തിൽ സ്ട്രൈക്സുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. സ്ട്രൈക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ഇറക്കുക, കോൾ ഓപ്ഷൻ കയറ്റാം, പുട്ട് ഓപ്ഷൻ ഇറക്കുക, കോൾ ഓപ്ഷൻ കയറ്റാം. അങ്ങനെ ഇവിടെ 1% എത്തിക്കാം. ഓക്കെ, അത് നമുക്ക് 1% വേണോ? ഇപ്പോൾ 1% ചെയ്യുന്നവരും 0.5% ചെയ്യുന്നവരും ഒരു വർഷം ഏകദേശം ഒരേ എമൗണ്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5% ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് കൂടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1% ചെയ്യുന്ന ആൾക്കാർക്ക് പല ആഴ്ചകളിലും ലോസ് വരും. പക്ഷെ
ആഴ്ചയിൽ 1% വെച്ചിട്ടാണ് കിട്ടുന്നത്. ഈ 0.5% ചെയ്യുന്ന ആൾക്കാർക്ക് ലോസ് പറയുന്നത് 52 ആഴ്ചകളിൽ 48 ആഴ്ചയും പ്രോഫിറ്റ് ആയിരിക്കും, 4 ആഴ്ചയെ ലോസ് വരുള്ളൂ. അപ്പോൾ വളരെ കുറവാണ് കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 0.5% തുടങ്ങി 1% വരെ ഇതിൻ്റെ ഉള്ളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ 1% ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ലോസ് ഇടയ്ക്ക് വരുമ്പോൾ അത് എന്താ പറയുക, ഓവർകം ചെയ്യാനുള്ള വിൽ പവർ ഉള്ളവർക്ക് 1% എടുക്കുന്നതിൽ വലിയ തെറ്റില്ല. ഓക്കെ അല്ലേ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജികൾ അന്നാന്ന് തന്നെ പോയി ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ കുറേ സ്ട്രാറ്റജികളായി പഠിക്കുന്നത് അല്ലേ. ബെയർ കോൾ സ്പ്രെഡ് പഠിച്ചു, ബുൾ പുട്ട് സ്പ്രെഡ് പഠിച്ചു, അതുപോലെ ഷോർട്ട് സ്ട്രാഡിൽ പഠിച്ചു. ഇനി നാളെ അയൺ കോണ്ടൂർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ഫ്ലേവറിങ് ഉള്ള ഹെഡ്ജിങ് പഠിക്കും. ഇപ്പോൾ നമ്മൾ നേക്കഡ് ആയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നേക്കാളും ആ പ്രീമിയം മെൽറ്റിങ്ങിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ജിങ് പഠിക്കും. ഇപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് പെർസ്പെക്റ്റീവിലുള്ളതാണ് നമ്മൾ പഠിച്ചത് 2 സ്ട്രാറ്റജികൾ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച പുതിയ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ഷോർട്ട് സ്ട്രാറ്റിൽ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം, അടുത്ത ദിവസം കാണാം കേട്ടോ. ശരി, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.